ജീവിതത്തിന്റെ ആരംഭം മുതൽ മരണം വരെ മനുഷ്യജീവിതം കാവൽ മാലാഖമാരുടെ മധ്യസ്ഥത്താലും ശ്രദ്ധാപൂർവമായ സംരക്ഷണയാലും ചുറ്റപ്പെട്ടതാണെന്നാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത്. ഓരോ വ്യക്തിക്കും ഓരോ കാവൽ മാലാഖയുണ്ട്. നാം പോലും അറിയാതെ നമ്മുടെ കൂടെ നടക്കുന്ന, നമ്മെ പൊതിഞ്ഞു പിടിക്കുന്ന അദൃശ്യ ശക്തികളാണ് കാവൽ മാലാഖമാർ. അവർ ഒരേ സമയം നമ്മുടെ സംരക്ഷകരും സഹായികളുമാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, നമ്മളിൽ പലരും കാവൽ മാലാഖമാരെ കുറിച്ച് വേണ്ടത്ര അറിവുള്ളവരോ കാവൽ മാലാഖമാരെ ഗവനിക്കുന്നവരോ അല്ല. അവരോട് നിത്യവും പ്രാർത്ഥിക്കുന്നവരും സഹായം തേടുന്നവരും കുറവാണ്. എന്നാൽ പല വിശുദ്ധരും കാവൽ മാലാഖമാരുടെ സാന്നിധ്യവും സഹായവും അറിഞ്ഞവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തങ്ങളുടെ ജീവിതത്തിലുടനീളം കാവൽ മാലാഖമാരുടെ മധ്യസ്ഥം തേടുകയും ചെയ്തിരുന്നു. കാവൽ മാലാഖമാർ നമ്മുടെ ഏറ്റവും വിശ്വസ്തരായ സുഹൃത്തുക്കളാണ്. കാരണം അവരെപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. രാവും പകലും അവർ എല്ലായിടത്തും നമ്മോടൊപ്പമുണ്ടെന്നാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി കാവൽ മാലാഖമാരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ജെറോം പറയുന്നത്, ഓരോ വ്യക്തികൾക്കും അവരുടെ ജനനത്തിനൊപ്പം തന്നെ അവരെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കാൻ ഓരോ കാവൽ മാലാഖമാരെ ലഭിച്ചിട്ടുണ്ട് എന്നാണ്. കാവൽ മാലാഖമാരുടെ ഇടപെടലും ശക്തിയും ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിരുന്ന വിശുദ്ധനായിരുന്നു പാദ്രി പിയോ. സാത്താന്റെ ആക്രമണങ്ങൾ നടക്കുമ്പോൾ വിശുദ്ധനെ സഹായിക്കാറുണ്ടായിരുന്നത് കാവൽ മാലാഖയായിരുന്നു. എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ ഹൃദ്യമായ ബന്ധമായിരുന്നു വിശുദ്ധ ജെമ്മയും കാവൽ മാലാഖയും തമ്മിലുണ്ടായിരുന്നത്. കാവൽ മാലാഖയെ നേരിൽ കാണാനും കാവൽ മാലാഖയെ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ വരെ വിശുദ്ധയ്ക്ക് സാധിച്ചിരുന്നു. റോമിലെ വിശുദ്ധ ഫ്രാൻസിസ് ഒരു വീട്ടമ്മയായിരുന്നു. വിശുദ്ധ സഞ്ചരിക്കുമ്പോഴൊക്കെ കാവൽ മാലാഖയിൽ നിന്നുള്ള പ്രകാശം രാത്രിയിൽ വെളിച്ചം നൽകിയിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യുമ്പോൾ കാവൽ മാലാഖ മുഖം മൂടി ഇരിക്കുമായിരുന്നത് അവൾക്ക് കാണാൻ കഴിയുമായിരുന്നു. വിശുദ്ധ ഡോൺ ബോസ്കോയെ പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുള്ളതും കാവൽ മാലാഖയായിരുന്നു. ഒരിക്കൽ അക്രമികളിൽ നിന്ന് വിശുദ്ധനെ രക്ഷിച്ച ശേഷം അപ്രത്യക്ഷമായ നായയുടെ ഇടപെടലും കാവൽ മാലാഖയുമായി ബന്ധപ്പെടുത്തി പ്രസിദ്ധി നേടിയ ഒന്നാണ്. കർഷകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ഇസീദൂറിന്റെ ജീവിതത്തിലും കാവൽ മാലാഖയുടെ പ്രകടമായ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷം മാത്രം ഇസീദൂർ യജമാനന്റെ തോട്ടത്തിൽ പണിക്കെത്തിയിരുന്നുള്ളൂ. ഒരു ദിവസം എന്തൊക്കെയോ ചില കാരണങ്ങളാൽ ഇസീദൂറിന് കൃത്യസമയത്ത് ജോലിക്കെത്താൻ സാധിച്ചില്ല. തന്മൂലം യജമാനന്റെ ശാസനകൾ മുഴുവൻ കേൾക്കേണ്ടി വന്നു. ജോലി തുടങ്ങാൻ വൈകിയെങ്കിലും കൃത്യസമയത്ത് അത് പൂർത്തിയാക്കി തരണമേ എന്ന് വിശുദ്ധൻ പ്രാർത്ഥിച്ചു. പിന്നീട് ഭൂവുടമ കണ്ടത് വിശുദ്ധനൊപ്പം തൂവെള്ള വസ്ത്രം ധരിച്ച ഒരാൾ ജോലിയിൽ സഹായിക്കുന്നതായിട്ടാണ്. ഇസീദോറിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി വന്ന കാവൽ മാലാഖയായിരുന്നു അത്. ഇങ്ങനെ വിശുദ്ധരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എത്രയെത്ര കാവൽ മാലാഖ കഥകളുണ്ടെന്നോ. ഇന്നേ ദിവസം കാവൽ മാലാഖയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ നമുക്ക് കാവൽ മാലാഖമാരോട് കൂടുതൽ ഭക്തിയുള്ളവരാകാം. എൻ്റെ കാവൽ മാലാഖയെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കുകയും ദിവസം മുഴുവൻ എന്നെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് നമുക്ക് ഓരോ പ്രഭാതത്തിലും കാവൽ മാലാഖയോട് പ്രാർത്ഥിക്കാം. അന്നേ ദിവസം കിടന്നുറങ്ങാൻ പോകും മുമ്പ് നമ്മെ ഇതുവരെ നയിക്കുകയും സുരക്ഷിതമാക്കുകയും ചെയ്ത കാവൽ മാലാഖയ്ക്ക് നന്ദി പറയുകയും ചെയ്യാം. കാവൽ മാലാഖയോട് പ്രാർത്ഥനാ സഹായം മാത്രം ആവശ്യപ്പെട്ടാൽ പോരാ, അവർക്ക് നന്ദി പറയാനും മറക്കരുത്. കാവൽ മാലാഖമാരോടുള്ള ഭക്തി കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ നിറയപ്പെടട്ടെ.